ഈ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നമുക്കറിയാമേ, നിങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകരെ എങ്ങനെ വിശ്വസിച്ച് കോൺഗ്രസ് പാർട്ടി നിൽക്കും? ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊരു വിഷയമുണ്ടായി. ആ കുടുംബത്തിൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കാൻ നമുക്കറിയാം ഒരു തെറ്റുകാരനല്ല എങ്കിൽ ആ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പം, നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കും, അവസാനം വരെ പോരാടും. കോൺഗ്രസ്സുകാർ ഇതെന്താ? ഈ ഏറ്റവും കൂടുതൽ CPM വിട്ട് അടി കൊടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയനെ വിജയ എന്ന് വരെ വിളിക്കാൻ പറ്റുന്ന അതിശക്തനായ ഒരു നേതാവിനെ, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചോദിച്ചിരുന്ന നേതാവിനെ അവൻ ഒതുക്കത്തിലിവർ കോൺഗ്രസ് പാർട്ടിയിലെ അധികാരമോഹികളായ കുറേ അയസന്മാർ കൂടി ചവിട്ടി പുറത്താക്കിയെന്ന് പറയാം. എന്നിട്ട് ഓരോ സമയത്ത് ഓരോ വാർത്താ സമ്മേളനം എടുത്തിട്ട് പറയും, കണ്ടോ ഈ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇത്രയും നിലപാടുള്ള പാർട്ടി ഈ ലോകത്തുണ്ടാവത്തില്ല. വിഡ്ഢികളാണ് നിങ്ങൾ, വിഡ്ഢികൾ. ഇവനെ നല്ല ചെറുപ്പുള്ള നേതാവ് സത്യം തെളിയിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ BJPയിലേക്കോ CPMലേക്കോ വേല പാർട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. ഇനി അടുത്ത ഷാഫിക്ക് ഇടയ്ക്കുകയും പണിയാനുള്ള പരിപാടി പ്ലാനിങ്ങിലുണ്ട്. ചിന്തിക്കണം. അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളൊക്കെ ഈ പാർട്ടി നിൽക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ചിന്തിച്ചിട്ടുണ്ടോ? CPMനെ കണ്ടുപിടിക്കണം, അല്ല BJPനെയാണ് CPMനെ കണ്ടുപിടിക്കണം. അവരൊക്കെ കൃത്യമായ പ്ലാനിങ് ഉണ്ടെന്നേ. അവർക്കെതിരെയുള്ള ഒരു പ്രശ്നങ്ങൾ അവർ വന്നു കഴിഞ്ഞാൽ കൃത്യമായി അവർ ഇടപെടും, അവസാനം വരെ കൂടെ നിന്ന് പൊരുതും. ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ അതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഭരണത്തിലിരിക്കുമ്പോൾ മാത്രം പ്രസരിപ്പുണ്ടാവുകയും അല്ലാത്ത സമയങ്ങളിൽ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പരാജയം എന്ന് പറയുന്നത്. പക്ഷേ മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. കൃത്യമായ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളങ്ങനെയല്ല. ഏതെങ്കിലും വിഷയത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ചവിട്ടി പുറത്താക്കും. അവന് വേണ്ടി ഒരിക്കലും നിലകൊള്ളത്തില്ല. അവൻ്റെ അന്ത്യം കണ്ടെത്തരുത്. രാജമോഹൻ ഉണ്ണിത്താനൊക്കെ ഒരു ഡയലോഗ് ഓടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എത്ര പരിശുദ്ധനായൊരു നേതാവ് കണ്ടിട്ടില്ലെന്ന് വിചാരിക്കും. ഇയാളൊക്കെ ഒരുപാട് പീഡന കേസിൽ ഈ പറഞ്ഞ പോലെ വിഷയത്തിൽ പാതിരാത്രിയിൽ അന്ന് റെയ്ഡൊക്കെ നടക്കുന്ന സമയമാണ്. അത് കോടതി വിധി ഇങ്ങനെ അനുകൂലമായ വിധികളുള്ള സമയങ്ങളല്ല. എന്നാൽ പാതിരാത്രി കോഴിവെടിക്ക് പോയിട്ട് പിടിച്ച ആളാണ് രാജമോഹൻ ഉണ്ണിത്താൻ. ആ പുള്ളിയാണ് വിടായി വിളിച്ചു കൊടുക്കുന്നത്. അതുപോലെ മുരളീധരനെ കുറിച്ച് അങ്ങനെ കേസ് എനിക്കറിയില്ല. എങ്കിലും മുരളീധരൻ എന്താണ്? അധികാരമോഹിയാണ്. എത്ര കിട്ടിയിട്ടും പഠിക്കാത്ത അധികാരമോഹിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇപ്പോഴും വയസ്സന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. യുവാക്കന്മാർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കടത്തിൽ, ഇപ്പോൾ രാഹുൽ മാങ്കടത്തിൽ ഒരു കേസ് 2 കേസിൽ, ഒന്ന് നോട്ട് ടു അറസ്റ്റും ഒന്ന് ജാമ്യം കിട്ടി പുറത്ത് വന്ന സമയത്ത് പതുക്കെ അടുത്ത് കൂടി കുറേ ആൾക്കാർ. ഇതിന് യൂത്തിൻ്റെ ഒരു ഹാരമുണ്ടെന്നേ. യുവാക്കൾ ഇതിനകത്ത് ഒരുപാട് ഭയങ്കര ഇതിൽ നിൽപ്പുണ്ട് യുവാക്കളെ സംബന്ധിച്ച്. കാരണം അവൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരുപാട് അണികൾ ഇന്നും ഉണ്ട് അവിടെ. അവനൊരു ഗ്രൂപ്പായിട്ട് തന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് വിഡ്ഢികളായ സ്വർഗത്തിൽ ജീവിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി സത്യം പറഞ്ഞാൽ അമ്പെ പരാജയമാണെന്നാണ് പറയുന്നത്. ഇത്ര നല്ല തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണിച്ച ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. അത് ആരും വലിയതായിട്ട് കാണുന്നില്ല. കാരണം ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഒരാളെ ആരും തിരിഞ്ഞു നോക്കില്ലെന്നേ. ഇത് പാർട്ടിയുടെ ഏറ്റവും വലിയ അടിയാണ്. തിരിച്ചറിയുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടോ നിങ്ങൾ ഓരോ തിരിച്ചറിയുക. ഇതാണ് അവസ്ഥ. ഓക്കെ, താങ്ക് യു.